26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനൊരുങ്ങുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ലാഭം. നിരവധി റൂട്ടുകളിലെ മടക്കയാത്രാ നിരക്ക് 20 മുതൽ 30% വരെ കുറയുകയാണിപ്പോൾ. മറിച്ച് ഓഗസ്റ്റിൽ യാത്ര ചെയ്യാമെന്ന് കരുതിയാൽ നടക്കില്ല. ടിക്കറ്റ് നിരക്ക് വീണ്ടും ഉയരുമെന്നാണ് കരുതുന്നത്. നാട്ടിലേക്ക് പോകാൻ യാത്ര ചെയ്യുന്നുണ്ടോ എങ്കിൽ UAE പ്രവാസികൾ ശ്രദ്ധിക്കണം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭം കൊയ്യാം. ഈ മാസം ഇന്ത്യയിലേക്ക് പോകാനിരിക്കുന്നവർക്ക് 100 കണക്കിന് ദിർഹം ലാഭിക്കാമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഇപ്പോൾ വിമാന റിട്ടേൺ ടിക്കറ്റിന് 30% വരെ നിരക്ക് കുറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. വടക്കേ ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്കാണ് 1000 ദിർഹം വരെ നിരക്ക് കുറവ് രേഖപ്പെടുത്തുന്നത്. അതേസമയം തെക്കേ ഇന്ത്യൻ നഗരങ്ങളിൽ ഇപ്പോഴും ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെയാണുള്ളത്. ജൂലൈയിൽ മാത്രമായിരിക്കും ഈ കുറഞ്ഞ നിരക്ക് ഉണ്ടായിരിക്കുക. എന്നാൽ ആഗസ്റ്റോടെ കാര്യങ്ങൾ മാറിമറിയും. ഓഗസ്റ്റോടെ വില വർദ്ധിക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകളുണ്ട്. ദുബായിലേക്കാളും അബുദാബിയിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് കുറവ് രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലേക്കുമുള്ള നിരക്കിലും വ്യത്യാസമുണ്ട്. 7 മുതൽ 10 ദിവസത്തേക്കാണ് ഇന്ത്യയിലേക്ക് പോകുന്നതെങ്കിൽ 1080 ദിർഹം മുതലാണ് റിട്ടേൺ ടിക്കറ്റിന് നിരക്ക് ഈടാക്കുന്നത്. കുറഞ്ഞ നിരക്കുകൾ ജൂലൈയിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തുടരുകയെന്നും പല ട്രാവൽ ഏജന്റുമാരും പറയുന്നുണ്ട്. ഓഗസ്റ്റിൽ യാത്രകൾക്ക് നിരക്ക് ഉയരും. പുറപ്പെടുന്ന വിമാനത്താവളത്തെ ആശ്രയിച്ചാണ് വില വ്യത്യാസം വരിക. അബുദാബിയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ഇപ്പോൾ ദുബായിലേക്കാൾ വില കുറവാണ്. ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലേക്കും ഈ മാസം കുറഞ്ഞ നിരക്കാണുള്ളത്. ഓഗസ്റ്റിൽ യാത്രയ്ക്കായി ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. നിലവിൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്കുള്ള റൂട്ടുകളിലാണ് ഏറ്റവും കൂടുതൽ കുറവ് വന്നിരിക്കുന്നത്. ഡൽഹി, അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കാണുള്ളത്. പക്ഷേ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളെ അപേക്ഷിച്ച് മുംബൈയും പൂനെയിലും വളരെ കുറഞ്ഞ വിലയാണ് ഈടാക്കുന്നത്. വേനൽക്കാലത്തെ തിരക്കൊഴിഞ്ഞതാണ് നിരക്കുകൾ കുറയാൻ കാരണമായതെന്നും പറയുന്നു. എന്നാൽ സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതിന് മുമ്പ് കൂടുതൽ കുടുംബങ്ങൾ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ വിമാനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും. അങ്ങനെ ഓഗസ്റ്റിൽ ടിക്കറ്റ് നിരക്കുകൾ വീണ്ടും ഉയരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.